ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പല രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ്. വണ്ണം കുറയ്ക്കാനും അതുപോലെ നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ഹെൽത്തി ജ്യൂസാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഇതിന്. അതെല്ലാം ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് വളരെ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വാഴയുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാതെ തന്നെ നമുക്ക് വാഴപ്പിണ്ടി കിട്ടും. ഒരു 2 ആഴ്ചത്തേക്കുള്ള വാഴപ്പിണ്ടി നമുക്ക് അങ്ങനെ സുഖമായിട്ട് എടുത്തു വയ്ക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം. പല മാരക രോഗങ്ങൾക്കും കാരണമാകാവുന്ന ടോക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കാനായിട്ട് വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്നത് വളരെ സഹായിക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയാണ്. ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിറമൊക്കെ മാറിപ്പോവും, എന്നാൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അരിയുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വാഴപ്പിണ്ടി അരിയുമ്പോൾ ഇതിൽ നാരുണ്ടാകും കേട്ടോ. അപ്പോൾ ഒന്ന് കയ്യിൽ ചുറ്റിയിട്ടാണ് ഞാൻ അരിയുന്നത്. ഇപ്പോൾ ഇനി നാര് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ വാഴപ്പിണ്ടി അരിയുന്നതിന് മുമ്പ് നമ്മൾ കയ്യിലൊരൽപ്പം എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. ഇപ്പോൾ കറയൊന്നും കയ്യിൽ പിടിക്കാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ തോരനൊക്കെ വെക്കാനായിട്ട് നമ്മൾ കൂടുതലൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. വാഴപ്പിണ്ടി ജ്യൂസ് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. അതുപോലെ മൂത്രാശയത്തിലെ കല്ലിന് വളരെ നല്ലതാണ്. യൂറിനറി ഇൻഫെക്ഷൻസ്, ദഹനക്കുറവ് എന്നിവയ്ക്കൊക്കെ വളരെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ വളരെ വേഗം ഇതൊക്കെ കുറഞ്ഞു കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര്, ചെറിയ ജീരകം അത് 1/2 ടീസ്പൂൺ എന്നിവയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇൻഗ്രീഡിയൻസിൽ 1 or 2 ഇല്ല എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. അല്ലാതെ വാഴപ്പിണ്ടി മാത്രമായി നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം. അതിലൊരൽപ്പം തേൻ ചേർത്ത് കുടിച്ചാലും മതി. അപ്പോൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങ നമുക്കറിയാം വൈറ്റമിൻ സിയുടെ കലവറയാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ പവറൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പകർച്ചവ്യാധികളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് കൂടി ചേർക്കണം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം. വാഴപ്പിണ്ടി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിനി അരച്ചെടുക്കാം. ജ്യൂസ് കുടിക്കേണ്ടത് അതിരാവിലെയാണ്. അത് വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളൊക്കെ അകറ്റാനായിട്ട് ഈ ജ്യൂസ്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളവർ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഉന്മേഷം, ആരോഗ്യം ഇതൊക്കെ പ്രദാനം ചെയ്യുന്നൊരു ജ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷീണവും തളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ നമ്മൾ ആ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് കുടിക്കുക. ശരീരം ശുദ്ധിയാകുന്നത് വഴി നമ്മുടെ സ്കിന്നിനും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമ്മുടെ ഇഞ്ചി ചേർത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമ്മുടെ വയറ്റിലെ കൊഴുപ്പ് അകറ്റാനും അതുപോലെ തന്നെ ശരീര സൗന്ദര്യം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ്. ഭാരം കുറയ്ക്കാൻ വളരെ ഗുണകരമായിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പം ഞാൻ ജ്യൂസ് കുടിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ചില സന്ദർഭങ്ങളിൽ അമിതമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വണ്ണമൊക്കെ വെച്ച് പോകാറുണ്ടല്ലേ. ആ സമയങ്ങളിൽ നമ്മളൊരു 2 ആഴ്ച ഈ ഒരു ജ്യൂസ്, ഇപ്പോൾ ഒരു വാഴയുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ച് ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കിട്ടും. കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കറി കൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരുപക്ഷെ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കഴിച്ചാൽ മതി. ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ അകറ്റി ബോഡി സ്ലിം ആക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.